അവര് കോടികളോ ലക്ഷങ്ങളോ കോടികളോ ഈ അഡ്വർടൈസ്മെന്റിന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അഡ്വർടൈസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മേടിക്കുകയാണ്, പോക്കറ്റിലാക്കുകയാണ്. അങ്ങനെ പോക്കറ്റിലാക്കിയിട്ട് നമ്മളെ നിർധനരാക്കുന്നു. അതായത് ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉൽപാദന ചെലവിനേക്കാൾ വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. കമ്പനി പറയുന്നു ഞങ്ങള് 25% വിലക്കാണ്, 15% വിലക്കാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ ഉൽപാദന ചെലവിനേക്കാൾ വളരെ ഉയർന്ന വിലക്കാണ് ആ ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് കെട്ടിയേൽപ്പിക്കുന്നത്. അതൊക്കെ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ടാണ്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ചാർജ് ഒക്കെ ഈ ഉൽപ്പന്നത്തിന്റെ വിലയിൽ വരികയാണ്. അങ്ങനെയും ഈ അഡ്വർടൈസ്മെന്റ് ചാർജ് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുന്നത് കൊണ്ടുകൂടി നമ്മുടെ റീറ്റെയിൽ പ്രൈസസ്, കേരളത്തിലെ റീറ്റെയിൽ പ്രൈസസ് ഓൾ ഇന്ത്യ തലത്തിലെ റീറ്റെയിൽ പ്രൈസസിനേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കാൻ കാരണമുണ്ട്. അപ്പം മലയാളികള് യുക്തിസഹമായിട്ട് ചിന്തിക്കുകയും ഈ അഡ്വർടൈസ്മെന്റിന്റെ പിന്നാലെ പോയി സെലിബ്രിറ്റീസ് പറയുന്ന അബദ്ധങ്ങളൊക്കെ ശരിയാണ്, സുബദ്ധങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഉപഭോക്തൃ നിലവാരത്തെ താഴ്ത്തി കളയുകയും ചെയ്യാതെ